നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവരൊപ്പം സ്ത്രീയെ കാണിക്കേ. അതാ We are the guest of the magistrate. We are just going for a judicial remand. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്, പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ. ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയുക അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. മുമ്പേ വക്കീൽ പറഞ്ഞു 14 ദിവസം അകത്ത് പോകുന്ന വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. മുങ്കത്തെ ഉള്ളൂ നിങ്ങൾ കൂടുതൽ 2 വക്കീലാണ് എനിക്കറിയാം. നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞിട്ട് നിവിൻ പോളി DGPക്ക് കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് എന്തായി? നിവിൻ പോളി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും പോലീസ് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുത്തില്ല. പിന്നെ നമുക്കൊക്കെ എന്ത് നീതി കിട്ടാൻ? കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾ ജെനുവിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ തരത്തിലുണ്ടാവുന്ന തെളിവുകൾ അതിനെ സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസമായിട്ട് താന്നു പോകുന്നു. ചരിത്രമുള്ളത് കൊണ്ട് തന്നെയാണ് കമ്മീഷനുകളെ എതിർക്കുന്നത്. വനിതാ കമ്മീഷൻ വേണ്ടേ? വനിതാ കമ്മീഷനും വേണ്ട, മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വേണ്ടത്. വനിതാ കമ്മീഷൻ വേണ്ട. പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല. വന്ന ശേഷം നമുക്ക് പറയാം നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ എന്ന്. സ്ത്രീകൾക്ക് എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് പറയാമോ? ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല, ജെൻഡറിന്റെ ബേസിൽ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലപ്പോഴും സ്ത്രീകൾ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീ പരാതി കൊടുക്കരുതെന്ന് പറയുന്നത് പോലും. രഞ്ജൻ ഗൊഗോയിലേക്ക് വരാം. മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ പല്ലുള്ള സിംഹമായ പോലീസിന് മുമ്പിൽ ഓരോ മാസം എത്ര പരാതി വരും? ഈ 100 പുരുഷന്മാർ എന്ത് ചെയ്യും? ഈ 100 കുടുംബങ്ങൾ എന്ത് ചെയ്യും? പറയാം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. വനിതാ കമ്മീഷനിൽ നിന്ന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചല്ലോ. ഞാൻ പറയാം, വനിതാ കമ്മീഷൻ പല്ലില്ലാത്ത പുലിയാണ്. വനിതാ കമ്മീഷനിൽ ഓൺ ആൻ ആവറേജ് എല്ലാ മാസവും എന്നല്ല ഞാൻ പറയുന്നു, ശരാശരി 500 കേസുകളെങ്കിലും എൻ്റെ മുൻപിൽ വന്നു പോയിട്ടുണ്ട്. ഏതാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരള നിയമസഭ എന്ന ബില്ലാണ്. ഈ കഴിഞ്ഞ നവംബറിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണോ പുരുഷ കമ്മീഷൻ ബില്ല് വന്നത്?